ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഓടിച്ചാടി ചെടികളെയും പൂക്കളെയും പക്ഷികളെയും നോക്കി നടന്ന ഞാൻ പെട്ടെന്നൊരു ദിവസം മറഞ്ഞിട്ടിച്ച് ഒരു 2-3 ആഴ്ച റെസ്റ്റിലായി. ആ റെസ്റ്റ് പീരീഡിൻ്റെ വിശേഷങ്ങളാട്ടോ ഈ വീഡിയോയിൽ. എല്ലാ സീസണും അതിൻ്റേതായ മനോഹരതയുള്ള ഞങ്ങളുടെ ഐലൻഡിൽ ഇപ്പോൾ സമ്മറാണ് കേട്ടോ. സമ്മർ സീസണിൽ അത്യാവശ്യം തെളിഞ്ഞു നിന്നൊരു കാലാവസ്ഥയിൽ ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് പോയി കറങ്ങി വന്നു കേട്ടോ. ചേട്ടന് നൈറ്റ് ഡ്യൂട്ടി കൊണ്ടുവരുന്നതുകൊണ്ട് പെട്ടെന്നാണ് ഓടിപ്പിടിച്ച് കാഴ്ചകളൊക്കെ കണ്ടു തീർത്ത് ഞങ്ങൾ എത്തിയത്. അങ്ങനെ ചേട്ടനെ ഡ്യൂട്ടിക്ക് യാത്രയാക്കിയിട്ട് പതിവ് പോലുള്ള എൻ്റെ തിരക്കുകളിലോട്ട് ഞാൻ പോയപ്പോഴാണ് ആകസ്മികമായി സ്റ്റെപ്പേ എന്നൊന്നും മറിഞ്ഞിട്ട് ചെയ്യുന്നത്. വീഴ്ചയുടെ ആഘാതം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ പന്തികേട് സംഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഇതുവരെ മറിഞ്ഞിടിഞ്ഞ് വീണ് ഒരു അപകടവും പറ്റാത്ത എനിക്കിതൊരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ. എന്തും ചെയ്തു തരാനായിട്ട് ചേട്ടനും കുട്ടികളും കട്ടയ്ക്ക് കൂടെ ഉണ്ടെങ്കിലും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലെന്ന് പറയുന്നത് വളരെ സത്യമായിട്ട് തോന്നി കേട്ടോ. പൊതുവെ മടിച്ചിയായ എനിക്ക് ഓഫ് ഡേയ്സ് ഉറങ്ങി തീർക്കാൻ മാത്രമുള്ള ഡേയ്സുകളായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് എഴുന്നേറ്റ് നടക്കുന്നതിൻ്റെ വില എനിക്ക് മനസ്സിലായത്. ഈ സമയവും എന്നെക്കൊണ്ടാവും വിധം ഉപയോഗിക്കണമെന്ന് തോന്നിയത് കൊണ്ട് അത്യാവശ്യം വായിച്ചു തീർക്കാൻ ആഗ്രഹമുള്ള കുറേ ബുക്സിനെയും കൂട്ടുപിടിച്ച് എൻ്റെ യാത്ര തുടരുകയാണ്. ഇനി നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് ഓഗസ്റ്റ് 3-നാണ് ഇവിടെ ഫ്രാക്ചർ ക്ലിനിക് എന്ന് പറഞ്ഞേക്കുന്നത്. അതുവരെ അവർ തന്നിരിക്കുന്ന ബൂട്ടും ക്രച്ചസും ഒക്കെ ഉപയോഗിച്ച് വേണം കേട്ടോ ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസിലോട്ട് കടക്കാനായിട്ട്. നീലപ്പരവതാനി വിരിച്ച നീലാകാശത്ത് സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മുതൽ അസ്തമിക്കുന്നത് വരെ ഈ ലിവിങ് റൂമിൽ ഞാനുണ്ട് കേട്ടോ. ഈ സമയത്ത് ഏറ്റവും മിസ് ചെയ്യുന്നത് ഞങ്ങൾ ഒന്നിച്ചു പോയ യാത്രകളായിരുന്നു കേട്ടോ. എന്നെങ്കിലും ഒന്നിച്ചൊരു ഓഫ് കിട്ടിയാലോ കുട്ടികൾക്ക് അവധിയുള്ള ദിവസങ്ങളിലോ അത്യാവശ്യം നമ്മുടേതായ സ്പേസിൽ ഞങ്ങൾ 4 പേരുമായിട്ട് യാത്രകൾ എൻജോയ് ചെയ്യാറ് കേട്ടോ. ഞങ്ങൾ നമ്മുടെ മാത്രം പരാതികളും പരിഭവങ്ങളും നിറഞ്ഞ ലോകത്ത് ഞങ്ങൾ 4 പേരും ആ പോകുന്ന യാത്രയ്ക്കൊക്കെ ഒരു വല്ലാത്ത സുഖം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വഴക്കുകളും പിണക്കുകളും പരാതികളും ഒക്കെ ഉണ്ടെങ്കിലും ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ കയറി അത്യാവശ്യം ഐസ്ക്രീമും കുട്ടികളും ഇഷ്ടപ്പെടുന്ന കുറച്ച് മുട്ടായികളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാറ്റിലും ഒരു ദൈവസാന്നിധ്യം കാണുന്ന ആളാട്ടോ ഞാൻ. ഒരു പക്ഷേ എന്തൊക്കെയോ നല്ലതിന് വേണ്ടിയിട്ടാവാം ദൈവം ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണെങ്കിലും ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ട് മുന്നോട്ട് ശക്തിയോടെ ജീവിക്കാനാട്ടോ ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാന്. ഒന്നും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും തോറ്റു കൊടുക്കരുതെന്നൊരു വലിയ പാഠം നൽകിയൊരു വർഷമായിരുന്നു 2024. ഞങ്ങൾക്ക് ഒരുപാട് പുതിയ ആൾക്കാരെ കണ്ടുമുട്ടാനും ജീവിതത്തിൽ നമ്മളെക്കൊണ്ടാവും വിധം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണമെന്നും അങ്ങനെ ആവുമ്പോൾ നമ്മളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും നമ്മളറിയാത്ത ഒരു 100 ആൾക്കാർ എവിടെ നിന്നെങ്കിലുമൊക്കെ വന്നു ചേരുമെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയ വർഷങ്ങളാട്ടോ ഈ കടന്നു പോകുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ. അതെ, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാത്തിനും ഉത്തരമുണ്ടെന്നും ഇനിയുള്ള ജീവിതം ദൈവം തമ്പുരാൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം.